നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും വന്നു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ അപവർത്തന രശ്മിയുടെ സ്ഥാനം എവിടെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കടന്നു പോകുക എന്നുള്ളതായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ആദ്യം നമുക്കിതിലെ ആദ്യത്തെ ചിത്രം നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വായുവിൽ നിന്ന് ജലത്തിലേക്ക് ഒരു രശ്മി പ്രവേശിക്കുകയാണ്. ഇവിടെ ഈ വരുന്ന രശ്മിയെ നമ്മൾ എന്തെന്ന് പറയും? പതന രശ്മി എന്നും ഈ പോകുന്നതിനെ അപവർത്തന രശ്മി എന്നാണ് പറയുന്നത്. ഇത് വിഭജനതലം, ഇത് ലംബം. സോ ഇൻസിഡൻ്റ് ആംഗിൾ, റിഫ്രാക്റ്റഡ് ആംഗിൾ, പെർപെൻഡിക്കുലർ, പോയിൻ്റ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം. സോ ഇവിടെ വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വായു നമുക്കറിയാം ഒപ്റ്റിക്കലി റയറർ മീഡിയമാണ്, അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മീഡിയമാണ് വായു. അതിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ ജലത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രകാശിക സാന്ദ്രത എന്താണെന്ന് ഉള്ളത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചു. അതിൽ ഡൗട്ടുള്ളവർ നേരത്തെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരിക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ. അപ്പോൾ ഇവിടെ വായുവിന് പ്രകാശിക സാന്ദ്രത എന്താണ്? കുറവാണ്, ജലത്തിന് കൂടുതലാണ്. അപ്പോൾ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ വായുവിൽ നിന്ന് കൂടിയ ജലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയ വസ്തുവിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, അത് ലംബത്തിനോട്, ആ രശ്മി ലംബത്തിനോട് അടുക്കും. അതേസമയം പ്രകാശിക സാന്ദ്രത കുറഞ്ഞ വസ്തുവിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ ലംബത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ലംബമാണ്, ഈ മധ്യത്തിൽ വരച്ചിരിക്കുന്ന ലംബമാണ്. അപ്പോൾ ലംബത്തിനോട് അടുത്തു. നേരെ ഇങ്ങനെ പോകുന്നതിന് പകരം ഇവിടെ വെച്ചിട്ട് പോയിൻ്റ് ഓഫ് സെപ്പറേഷനിൽ വെച്ചത് ലംബത്തിനോട് അടുത്തു, കുറച്ചുകൂടെ അടുത്തു. അപ്പോൾ ഇവിടെ പതന കോൺ ഇതാണ്, അപവർത്തന കോൺ ഇതാണ്. അപവർത്തന കോൺ ഇവിടെ ചെറുതായിരിക്കും എന്ന് സാരം. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കാം. ഇത് മറ്റൊരു കണ്ടീഷനാണ്. എങ്ങനെയാണ് പോകുന്നത്? ഗ്ലാസ്സിൽ നിന്നും ജലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഗ്ലാസ്, ജലം രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ പ്രകാശിക സാന്ദ്രതയുള്ള എവിടെയാണ്? ഗ്ലാസ്സിലാണ്. അപ്പോൾ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ ഒരു മീഡിയത്തിൽ നിന്നും, ഒരു വസ്തുവിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ വസ്തുവിലേക്ക് പ്രവേശിക്കുകയാണ്. തിരിച്ചാണല്ലേ. പ്രകാശിക സാന്ദ്രത കൂടിയ വസ്തുവിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ വസ്തുവിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഗ്ലാസ്സിൽ നിന്നും ജലത്തിലേക്ക് പ്രവേശിക്കുന്നു. നോർമലി പ്രകാശരശ്മി പോകുന്നു എന്ന് ഞങ്ങൾ സങ്കല്പിക്കുക. എന്നാണ് ഈ ചാപ്റ്റർ പഠിച്ചില്ല എങ്കിൽ ഇതിങ്ങനെ നേരെ അങ്ങ് പോകും അല്ലേ. അപ്പോൾ അതിന് പകരം സാന്ദ്രത കുറവാകുമ്പോൾ ലംബത്തിൽ നിന്ന് അകലും. ഇതാണ് ലംബം. ഇതിന്ന് അകന്നു പോകും. അപ്പോൾ പതന കോണിനെക്കാട്ടിയും വലുതായിരിക്കും അപവർത്തന കോൺ അല്ലേ. ഇവിടെ താഴെ നിന്ന് ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലോട്ടാണ് പോയത്. അപ്പോൾ ഈ കോൺ വലുതായിരിക്കും, ഇവിടെ ചെറുതായിരിക്കും. ഓക്കെ. ഇനി നമുക്കറിയാം, മീഡിയം ഏത് തന്നെ ആയിരുന്നാലും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നേരെ ലംബമായിട്ട് വന്നു കഴിഞ്ഞാൽ, നേരെ ലംബം ഇവിടെ 90 ഡിഗ്രി ആണല്ലേ. മീഡിയത്തിന് നേരെ പെർപെൻഡിക്കുലറായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, അത് നേരെ താഴെ പോകും. വളയം തിരിയൊന്നും വേണ്ട. ഓക്കെ. വായു, ജലം, വായു, ഗ്ലാസ്, സ്ഫടികം എന്തായിരുന്നാലും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നേരെ താഴോട്ട് പോകും. ഇനി അടുത്തത് ചിത്രം ഡി ഒന്ന് നോക്കാം. ചിത്രം ഡി, വായു, ഗ്ലാസ്. എവിടെ നിന്ന് പോകുന്നു? ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പോകുന്നു. ഗ്ലാസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതാണ്, വായു കുറഞ്ഞതാണ്. അപ്പോൾ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? കുറവിലോട്ട് പോകുമ്പോൾ അകലണം. ലംബത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യേണ്ടത്. നേരെ പോകുന്നതിന് പകരം കുറച്ചുകൂടി അകന്നു പോകും. അതായത് പതന കോണിനെക്കാട്ടിയും വലുതായിരിക്കും അപവർത്തന കോൺ. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, സി എന്ന് പറയുന്ന കേസ് തന്നെയാണ് ഇവിടെയും. ഇയിലും ലംബമായിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, അപവർത്തനം സംഭവിക്കില്ല. ഇനി അടുത്തത് ലാസ്റ്റ് കേസ് എഫ്. എങ്ങനെയാണ്? വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്. വായു എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതാണ്. അതിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഗ്ലാസ്സിലേക്ക്, ജലത്തിലോട്ടുമല്ല ഗ്ലാസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ ജലത്തിലുണ്ടായതിനേക്കാൾ കൂടുതൽ കോണളവിൽ ഇത് അടുക്കണം അല്ലേ. അല്ലെങ്കിൽ ജലത്തിലുണ്ടായതിനെക്കാട്ടിയും കുറഞ്ഞ കോണളവായിരിക്കും നമുക്ക് ഗ്ലാസ്സിൽ കിട്ടുക. അപവർത്തന കോൺ ഇവിടെ കുറവായിരിക്കും, റിഫ്രാക്റ്റഡ് ആംഗിൾ കുറവായിരിക്കും, സ്മോളർ ആയിരിക്കും അല്ലേ. വായുവിൽ ഇത്രയും ആംഗിൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ജലത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ വളരെ കുറവായിരിക്കും. ഓക്കെ.
ഇത്രയാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എക്സാമിന് ചോദിക്കും. സിമ്പിളാണ്. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. കുറഞ്ഞതിൽ നിന്നും കൂടിയതിലോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കുറഞ്ഞതിൽ നിന്നും കൂടിയതിലോട്ട് പോവുകയാണെങ്കിൽ ഇത് ലംബത്തിനോട് അടുക്കും. ഇനി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലോട്ട് പോവുകയാണെങ്കിലോ അതാ ഇവിടെ രണ്ടാമത്തെ കേസ്, ലംബത്തിന് അകലും അല്ലേ, ലംബത്തിൽ നിന്ന് അകലും. ഇനി പെർപെൻഡിക്കുലറായിട്ട് നേരെ മട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ, നേരെ ലംബമായിട്ട് വന്നു കഴിഞ്ഞാൽ ദിശാവ്യതിയാനം ഉണ്ടാകില്ല, അപവർത്തനം സംഭവിക്കില്ല. ഓക്കെ, മനസ്സിലാക്കി ഒരു വട്ടം വരച്ച് നമ്മളിത് നോക്കണം. വായു ജലം എഴുതിയതിന് ശേഷം നമ്മളെങ്ങനെ വരുന്നു വരച്ച് നോക്കുക. ഓക്കെ.